നാളെ നാളെ നീള നീളെ ഇത് നാം മലയാളത്തിൽ കേട്ടിട്ടുള്ള ഒരു സാധാരണ കേൾക്കുന്ന പഴഞ്ചൊല്ല. ഈ പുതുവത്സരത്തിൽ ഞാൻ ചിന്തിച്ച് ഇരിക്കുകയായിരുന്നു നിങ്ങളുമായി പങ്കുവെക്കേണ്ട ഒരു സന്ദേശം. പക്ഷേ എല്ലാവരും പുതുവത്സരത്തിൽ ഗ്രീറ്റിംഗ്സ് കൈമാറിയും ഉല്ലാസയാത്രകൾ ചെയ്തും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തും ഒക്കെ പോകുന്നത് പോലെ ഞാനും കുറെ കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനും എന്നെ തന്നെ നാളെ നാളെ നീളെ എന്ന ഒരു അർത്ഥത്തിലേക്ക് വന്നു. അപ്പോഴാണ് എൻ്റെ എല്ലാ സ്നേഹിതർ പറഞ്ഞത്, പുതിയ വീഡിയോകളൊന്നും പുതുവത്സരത്തിൽ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് ഇത് തന്നെ ഒരു പുതുവത്സര സന്ദേശമാക്കിക്കൂടാ എന്ന്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ഈ പുതുവത്സരത്തിൽ നമ്മളോട് പല ആളുകളുമായിട്ട് ഗ്രീറ്റിംഗ്സ് പങ്കുവെച്ചതിൽ നാം കേട്ടത്, ഈ പുതുവത്സരം സന്തോഷകരമായി തീരട്ടെ, ഈ വർഷം മുഴുവനും സന്തോഷം നൽകട്ടെ എന്നാണ് നാം പലരെയും ആശംസിച്ചത്. ദലൈലാമ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സന്തോഷം നമുക്ക് റെഡിമെയ്ഡായി കിട്ടുന്ന ഒരു സാധനമല്ല. അതോടൊപ്പം തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും പറഞ്ഞിട്ടുണ്ട്, സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്തൊരവസ്ഥയില്ല. ഹാപ്പിനെസ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് പ്രോബ്ലം. അപ്പോൾ നമുക്കൊന്ന് സന്തോഷം എന്താണെന്നല്ലേ ആദ്യം അറിയേണ്ടത്. അത് സന്തോഷം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സന്തോഷം. അപ്പോ നാം തുടങ്ങേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് സന്തോഷക്കുറവ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു ആത്മപരിശോധന നടത്തി. എനിക്ക് തോന്നിയത്, പലപ്പോഴും നമുക്ക് സന്തോഷക്കുറവ് ഉണ്ടാകുന്നത് നമ്മുടെ അലസത കൊണ്ടാണ്. അതിന് ഇംഗ്ലീഷിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു ദിവസം ആകാം, പിന്നീടാകാം എന്ന് നീട്ടി കൊണ്ടുപോവുകയും അങ്ങനെ ആ കാര്യം നടക്കാതെ വരുമ്പോൾ പിന്നെ നമുക്ക് ദുഃഖമുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ചോയ്സ്. നാം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത്, അതിൻ്റെ സന്തോഷക്കുറവുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ലേസിനെസ്. നാം എല്ലാം സാവധാനത്തിൽ പിന്നെ എന്നുള്ള നാളെ എന്നുള്ള ആ ചിന്തയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ, നാളെ നീളെ എന്ന് ചിന്തിക്കാതെ നാം നമ്മുടെ മനസ്സിൽ ഈ പുതുവർഷത്തിൽ എന്ത് കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് അപ്പോൾ തന്നെ ചെയ്യുവാനായി ശ്രമിക്കുക. ഇതാണ് നാം ഏറ്റവും അത്യാവശ്യമായിട്ട് നാം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. നാം സാധാരണ പലപ്പോഴും മുഹൂർത്തങ്ങൾ നോക്കാറുണ്ട്, നല്ല ദിവസങ്ങൾ നോക്കാറുണ്ട്. ഇതൊക്കെ സന്തോഷം തരികയാണോ, നമ്മുടെ സന്തോഷം കുറയാനായി കാര്യങ്ങൾ നീണ്ടുപോവുകയാണോ എന്നൊരു ആത്മപരിശോധന ചെയ്യണം. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത്, നമുക്ക് നമ്മുടേതായ ഒരു ആത്മവിശ്വാസവും നമ്മളോടുള്ള ഒരു ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നാം എത്രയും നേരത്തെ ഒട്ടും താമസമില്ലാതെ നാം അതിന് പരിഹാരം കണ്ടെത്തുകയാണ്. പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? ആരും പ്രശ്നങ്ങളില്ലാത്തവരില്ല.
നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കുകയില്ല എൻ്റെ പ്രശ്നങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രോബ്ലംസ് ആർ ഫോർ എവരിബഡി. അപ്പോൾ പ്രോബ്ലം ഇല്ലാത്ത അവസ്ഥയല്ല സന്തോഷം എന്ന് പറയുന്നത്. മറിച്ച് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നാം ആത്മധൈര്യത്തോടുകൂടി നേരിടുകയും അതിൻ്റെ മുമ്പിൽ കണ്ണും നട്ടിരിക്കാതെ അതിനുള്ളതായ സൊല്യൂഷൻസ് എത്രയും വേഗം കണ്ടെത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമതായി നാം സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നാം ഒരു സൊല്യൂഷനെ കണ്ടെത്തുമ്പോൾ നാം തിരഞ്ഞെടുക്കുന്ന രീതികളാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ചോയ്സ്. നാം തന്നെ നമ്മുടെ സന്തോഷം തിരഞ്ഞെടുക്കണം. നമുക്ക് ആദ്യം ചിന്തിക്കണം, നമുക്കല്ലേ സന്തോഷം വേണ്ടത്. അത് ഓരോ വ്യക്തിപരമാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം നാം തിരഞ്ഞെടുക്കുകയും അതിലേക്കുള്ളതായ വഴികൾ നാം തന്നെ കണ്ടെത്തുകയും അത് വെച്ച് നീട്ടാതെ പെട്ടെന്ന് ആത്മവിശ്വാസത്തോടുകൂടി നാം പ്രാവർത്തികമാക്കി അത് വിജയത്തിലെത്തിക്കുകയും വിജയിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വർഷം ഇങ്ങനെ നാം എല്ലാവരും സന്തോഷവാന്മാരായും സന്തോഷവതികളായും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെന്ന് ചെയ്ത് നാം കൃത്യമായ രീതിയിലുള്ളതായ ആ പാതകൾ തിരഞ്ഞെടുത്ത് നാം മുന്നേറണം. അത് സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനം.